ഗവൺമെൻറ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറിയത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിഞ്ഞില്ല? ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആകട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഒരു പരിപാടി കൊണ്ടുവന്നത്. പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിയായിരുന്നു എൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ ഈ മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ് മാറി, ആ പദ്ധതി അവസാനിച്ചു. പിന്നീട് ഒരു നടപടിയും കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് ലഹരി മാഫിയയുടെ താവളമായി മാറിയത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാരിൻ്റെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അത് പറച്ചിലല്ല ഉണ്ടാകേണ്ടത്, നടപടിയിലൂടെയാണ് ഉണ്ടാകേണ്ടത്. സർക്കാരും പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം. പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ കളമശ്ശേരിയിൽ ഉണ്ടായതുപോലെ റെയ്ഡ് ചെയ്ത് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ കഴിയും. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും നിർദ്ദേശമില്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും പോലീസ് ഇനാക്റ്റീവായി തീർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെൻറ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളത്.